തആല ഈ പറഞ്ഞതും ഒരുമിച്ച് കൂടിയതെല്ലാം അവന്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. അർഹമ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ ഇതുവരെ ഈ സദസ്സിൽ ചെലവഴിച്ച ഈ സമയങ്ങളെല്ലാം നിന്റെ പൊരുത്തത്തിലാക്കി തരണേ റഹ്മാനെ. അർഹമ റഹീമീനായ അല്ലാഹുവേ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. ഈ പരിശുദ്ധമായ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ ദോഷങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് ഹറാമിയത്തുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ കരങ്ങളെ കൊണ്ട് ഞങ്ങൾ ഹറാമിയത്ത് സ്പർശിച്ചിട്ടുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ കണ്ണുകളെ കൊണ്ട് ഹറാമിയത്ത് ഞങ്ങൾ ദർശിച്ചിട്ടുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ കാലുകൊണ്ട് ഞങ്ങൾ ഹറാമിയത്തിലേക്ക് ചലിച്ചിട്ടുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഞങ്ങളുടെ മനസ്സുകൊണ്ട് ഞങ്ങൾ ഹറാമിയത്ത് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് റഹ്മാനെ. എല്ലാവിധ ഹറാമിയത്തുകൾ ചെയ്ത ഞങ്ങളുടെ ദോഷങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനെ. അർഹമർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ. ഈമാൻ നീ സലാമത്തിലാക്കി തരണം റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ഉളുവോട് കൂടെ നല്ലൊരു സമയത്ത്, നല്ലൊരു സ്ഥലത്ത്, നല്ലൊരു ദിവസത്തിൽ, നല്ലൊരു മാസത്തിൽ, നല്ലതുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വർഗം കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ടുള്ള മരണം തന്നുകൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാ, ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങൾ നീ തീർത്തു തരണം റഹ്മാനെ. വേജാറുകൾക്ക് നീ പരിഹാരം നൽകണം റഹ്മാനെ. അല്ലാ, കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങളെ വീട്ടാനുള്ള ഹലാലായ എളുപ്പമാർഗം നീ ഉണ്ടാക്കി തരണം റഹ്മാനെ. അല്ലാ, പെൺകുട്ടികളുടെ കാര്യത്തിൽ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ. പെൺകുട്ടികൾക്ക് നീ അനുയോജ്യമായ ഗുണഗണ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ആൺകുട്ടികളുടെ സ്വഭാവം നല്ലതില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് റഹ്മാനെ. അല്ലാ, ഞങ്ങളുടെ ആൺകുട്ടികളെ എല്ലാവിധ വേണ്ടാത്തരങ്ങളിൽ നിന്ന് നീ കാത്തു സലാമത്തിലാക്കി തരണേ റഹ്മാനെ. കഞ്ചാവിന്റെയും കള്ളിന്റെയും പെണ്ണിന്റെയും അടിമകളാകുന്ന മക്കളാക്കി കളയല്ലേ റഹ്മാനെ. ഞങ്ങളെ സന്താനങ്ങൾക്ക് നല്ല ബുദ്ധിശക്തിയും നല്ല ഓർമ്മശക്തിയും ഉയർന്ന വിദ്യാഭ്യാസവും സൽസ്വഭാവവും നീ നൽകണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ കൊണ്ട് രണ്ട് ലോകത്തും ഞങ്ങൾക്ക് അഭിമാനമല്ലാതെ അപമാനമുണ്ടാകുന്ന ഒരവസരവും നീ വരുത്തല്ലേ റഹ്മാനെ. അർഹമർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, നിന്റെ പരിശുദ്ധ ലിഖാവ് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം അല്ലാ. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുദർശനം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം അല്ലാ. ആ പരിശുദ്ധ മുഅല്ലമായ പൂമുഖം ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് പല തവണകളിലായി ഞങ്ങളുടെ ഉറക്കിലും ഞങ്ങളുടെ ഉണർവിലും നീ കാണിച്ചു തരണം അല്ലാ. അതിന് സാധിക്കും വിധം ഞങ്ങളുടെ ജീവിതം നീ പാകപ്പെടുത്തി തരണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജനാസകൾ ഖബറിൽ ഇറക്കുന്ന സമയത്തിൽ പരിശുദ്ധ ഹബീബിന്റെ പരിശുദ്ധ കരം കൊണ്ട് ഏറ്റുവാങ്ങുന്ന ജനാസകളെ കൂട്ടത്തിൽ സാധുക്കളായി ഞങ്ങൾ നീപ്പെടുത്തണം റഹ്മാനെ. പരിശുദ്ധ ഹബീബിലേക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് ഹല്ല് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അർഹമർ റഹീമീനായ അല്ലാ, ഞങ്ങളെല്ലാവരെയും എല്ലാവിധ സിഹറുകളിൽ നിന്ന് നീ കാക്കണം റഹ്മാനെ. കണ്ണീറുകളിൽ നിന്ന് നീ കാക്കണം അല്ലാ. ഒരാളെ ശാപത്തിനും ഞങ്ങളെ നീ ഇരയാക്കല്ലേ അല്ലാ. ആക്സിഡന്റ് പോലെയുള്ള അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണം അല്ലാ. അല്ലാ, മാരകമായ ക്യാൻസർ രോഗം ഞങ്ങൾക്കാർക്കും നീ തരല്ലേ അല്ലാ. ഹാർട്ട് രോഗം തരല്ല അല്ലാ. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. അതുപോലെ എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും എല്ലാവിധ ശത്രുക്കളുടെ ഷർറുകൾ, പൈശാചികമായ ഷർറുകളിൽ നിന്നെല്ലാം ഞങ്ങളെയും ഞങ്ങളെ സന്താനങ്ങളെ, ഞങ്ങളെ സ്നേഹിക്കുന്നവര്, ഞങ്ങളെ പിരിസം വെച്ചവര്, അല്ലാ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര്, ഞങ്ങൾക്ക് കുടിനീര് തന്നവര്, ഞങ്ങളെ സഹായിച്ചവര് എല്ലാവരെയും നീ കാത്തു സലാമത്തിലാക്കി തരണേ റഹ്മാനെ. അർഹമർ റഹീമീനായ അല്ലാ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളെ പ്രിയം നിറഞ്ഞ മാതാപിതാക്കളുടെ മാതാപിതാക്കള്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും
കൂട്ടുകാരിൽ നിന്നും ഈ നാട്ടുകാരിൽ നിന്നും മരിച്ചുപോയ മോമിനീങ്ങളെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗം നൽകി നീ അനുഗ്രഹിക്കണം അല്ലാ. ജീവിച്ചിരിപ്പുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാന്. അർഹമുർ-റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ഞങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്തു തന്ന ഞങ്ങളുടെ സഹോദരികൾ, ഞങ്ങളുടെ ഉമ്മമാര് അല്ലാ, അവർക്ക് എന്തെങ്കിലും ഷർറായ ഖലാഹ് നീ തീർമാനിച്ചിട്ടുണ്ട് എങ്കിൽ തന്ന ഭക്ഷണത്തിന്റെ ബറക്കത്ത് കൊണ്ട്, തന്ന സഹായത്തിന്റെ ബറക്കത്ത് കൊണ്ട് സർവ്വ ഷർറായ ഖലാഹുകളും നീ തട്ടി ദൂരത്താക്കണേ അല്ലാ. നീ ഖൈറ് വിധിക്കണം അല്ലാ. അർഹമുർ-റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെല്ലാം ടെൻഷനുകളുണ്ടോ, എന്തെല്ലാം ബേജാറുകളുണ്ടോ, എല്ലാം നീ നീക്കം ചെയ്ത് ഞങ്ങളെ എല്ലാവിധ ടെൻഷനുകളും മാറ്റി തന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണം അല്ലാ. ഇസ്സത്തിന്റെ, റാഹത്തിന്റെ, ഐശ്വര്യത്തിന്റെ ജീവിതം തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം അല്ലാ. ഞങ്ങളെ എല്ലാവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മോമിനിങ്ങളെ, പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, അൽഹംദുലില്ലാ, നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടെ ഞാനിവിടെ ഫാമിലി ഉണ്ടാകുമ്പോഴൊക്കെ നിങ്ങൾ ഒരു കുടുംബത്തിനെ പോലെ എന്നോട് വർത്തിച്ചിരുന്നു. ഇൻഷാ അല്ലാ റമദാൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ പോര ഉദ്ഘാടനം ഇൻഷാ അല്ലാ കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട്. അതെല്ലാം തീർന്നതിന് ശേഷം ഇൻഷാ അല്ലാ സാഗറിലാണല്ലോ ഉള്ളത്, എല്ലാം പൂർത്തിയായി കിട്ടും എന്നുള്ള പ്രതീക്ഷയുമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാ റമദാനിന് ശേഷം എൻ്റെ പോര കൂടലുണ്ട്. നിങ്ങളെല്ലാവരും ഡേറ്റ് പിന്നീട് അറിയിക്കും. നിങ്ങളെല്ലാവരും വന്ന് സന്തോഷിപ്പിച്ച് തരണം. നിങ്ങളെല്ലാവരെയും ഒരു കുടുംബം പോലെ, നിങ്ങളെ ഭക്ഷണം പാകം ചെയ്ത എൻ്റെ ഉമ്മമാർ ഇവിടെ ഉണ്ട്, സഹോദരികളുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, എൻ്റെ രക്ഷിതാക്കളുണ്ട്. എല്ലാവരും പിരിശം വെച്ചുകൊണ്ട് വന്നുകൊണ്ട് സന്തോഷിപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಇವತ್ತಿನ ಮುಖ್ಯ ಪ್ರಭಾಷಣ ಬಂದಂತಹ ಅಬುಲ್ ಕಲಾಂ ಸಹದಿ ಉಸ್ತಾದ್ ಅವರಿಗೆ ತುಂಬ ಹೃದಯದ ಧನ್ಯವಾದಗಳು. ನಾಳೆ ನಮ್ಮ ಕಾರ್ಯಕ್ರಮ 3ನೇ ದಿವಸಕ್ಕೆ ಕಾಲಿಡ್ತಾ ಇದೆ. ನಾಳೆ ಮುಖ್ಯ ಪ್ರಭಾಷಣಕರಾಗಿ ಬರುವಂತಹ ಹುಸೇನ್ ಮೊಹಿನಿ ಸಕಾಫಿ ಮರ್ನಾಡ್ ಅವರು ಮುಖ್ಯ ಪ್ರಭಾಷಣೆಗೆ ಇಲ್ಲಿದ್ದಾರೆ. ನಾಳೆ 9 ಗಂಟೆ ಸರಿಯಾಗಿ